ദൈവത്തിന്റെ കൃപ ലഭിച്ചു. കാരണം എല്ലാവരും പാപം ചെയ്ത് ദൈവത്തിന്റെ ഹൃദയത്തെ വേദനിപ്പിക്കുക. അങ്ങനെ ഇരിക്കുമ്പോൾ ദൈവത്തിന് എന്തോ ഉണ്ടായി, എന്തോ ചെയ്തു? യഹോവയുടെ കൃപ ആർക്ക് ലഭിച്ചു? നോഹയ്ക്ക് ലഭിച്ചു. 9-ാമത്തെ വാക്യം നടന്നേ. എന്തുകൊണ്ടാണ് കൃപ ലഭിക്കാൻ കാര്യം? അടുത്ത വാക്യത്തിലുണ്ട്. നോഹയുടെ വംശപാരമ്പര്യം എന്തെന്നാൽ അടുത്തത്, നോഹ നീതിമാനും തന്റെ തലമുറയിൽ നിഷ്കളങ്കനുമായിരുന്നു. 3 സാക്ഷികൾ പറയുന്നത്. ഒന്ന്, നോഹ നീതിമാനായിരുന്നു. എല്ലാരും തെറ്റിയതപ്പോ എല്ലാരും തെറ്റിയില്ല, എന്നാ പിന്നെ ഞാനും ചെയ്തേക്കാമെന്ന് വെച്ച് നോഹ ജീവിച്ചില്ല. അവൻ നീതിമാനായിട്ടാ ജീവിച്ചേ. 2, ദൈവത്തിന്റെ സന്നിധിയിൽ നിഷ്കളങ്കനായി ജീവിച്ചു. അപ്പൊ അങ്ങനെ ജീവിക്കാൻ പറ്റുമോ മക്കളെ? എനിക്ക് എല്ലാം പ്രഷറോട് കണ്ട് എനിക്ക് അവിടെ താങ്ങാൻ പറ്റുന്നില്ല. അത് ഞാൻ അറിയാൻ പോകുന്നതാണ്. നിങ്ങളുടെ ചുറ്റുപാടുള്ളവർ മുഴുവൻ പാപം ചെയ്യുമ്പോഴും അതിന്റെ പ്രലോഭനവും അതിന്റെ പ്രശ്നവും നിന്റെ മേൽ വരുമ്പോഴും നീ ദൈവത്തിന് വേണ്ടി നിൽക്കുന്നതാണ് ഡയറക്റ്റ് ഡിഫറെന്റ് എന്ന് പറയുന്നത്.